ഹലോ എവരി വൺ. സോ IOQM 2025 സെറ്റ് എയിലെ 12th ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: കൺസിഡർ 5 digit പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഓഫ് ദ ഫോം ABCAB that are divisible by the 2-digit number AB but not divisible by 13. What is the largest possible sum of the digits of such a number? ആദ്യം ഫസ്റ്റ് എന്താണ് ക്വസ്റ്റിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കുക. ഒരു 5 digit നമ്പർ ഉണ്ട്, അതിലുള്ള ഓരോ ഇൻഡിജേഴ്സിൻ്റെയും ആ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ABCAB. അതായത് ഫസ്റ്റ് വരുന്ന ഈ ഒരു ഇൻറ്റിജർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് വരുന്ന ഇൻറ്റിജറും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. സെൻട്രൽ ഒരാളുണ്ട്. റെഡി? ആ ഒരു നമ്പറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 2 digit നമ്പർ AB. അതായത് ഫസ്റ്റ് വരുന്ന ഈ 2 digits യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന 2 digit നമ്പർ, ആ 2 digit നമ്പർ യൂസ് ചെയ്തിട്ട് ഈ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് ഒരു കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 13. ഈ ഒരു എൻ്റയർ നമ്പറിനെ 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു 5 digit നമ്പർ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനിയോ എന്നിട്ട് എന്താ വേണ്ടത്? ആ 5 digit നമ്പറിന്റെ വാട്ട് ഇസ് ദ ലാർജസ്റ്റ് പോസിബിൾ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് സച്ച് നമ്പർ. അങ്ങനെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡിജിറ്റ്സിന്റെ സമ്മ്, ആ സം എന്തായിരിക്കണം? ലാർജസ്റ്റ് ആയിരിക്കണം. അങ്ങനത്തെ ലാർജസ്റ്റ് പോസിബിൾ സമ്മാണ് ആക്ച്വലി ഫൈനൽ ആൻസർ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഓരോ ഇൻഡിജേഴ്സും മാക്സിമം വാല്യൂ ആയി കഴിഞ്ഞാലാണ് ഇയാളുടെ ടോട്ടൽ എല്ലാ ഇൻഡിജേഴ്സും ആഡ് ചെയ്ത് കിട്ടുന്ന സം എന്താവുള്ളൂ? മാക്സിമം ആവുള്ളൂ. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമ്മുടെ മൈൻഡിൽ വേണം. റെഡി? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഓൾറെഡി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് ഡയറക്റ്റ് പോകാം. ഞാൻ അത് അറിയാത്തവർക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് മുതൽ എന്ത് ചെയ്യാം, ഒന്നും കൂടി സിമ്പിൾ കാര്യങ്ങൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരുപാട് വലിയ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ഒന്നും വേണ്ട. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഡിവിസിബിലിറ്റിയുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്പേഴ്സിന് സ്പ്ലിറ്റ് ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് പൊസിഷൻസ് അറിയാം, ടെൻസ്, ഹൺഡ്രഡ്സ്, വൺസ്, ഇങ്ങനെയുള്ള പൊസിഷൻസ്, ആ കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നിട്ടുള്ള നമ്പർ ABCAB, ഈ ഒരു നമ്പറിനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് വൺസ് പൊസിഷൻ ആണ് അല്ലേ? ഇത് ടെൻസ് ആണ്, ഹൺഡ്രഡ്സ് ആണ്, തൗസൻഡ്സ് ആണ്, 10,000s ആണ്. അപ്പോൾ ഇയാൾ ജസ്റ്റ് ഞാൻ ആ ഒരു രീതിയിൽ മാറ്റി എഴുതുകയാണ്. എന്നുള്ളതിനെ 10,000 ഇൻറ്റു A ആക്കുകയാണ്, പ്ലസ് B എന്നുള്ളത് തൗസൻഡ്സ് പൊസിഷൻ ആണ്, സോ 1000B, പ്ലസ് C എന്നുള്ളത് ഹൺഡ്രഡ്സ് പൊസിഷൻ ആണ്, പ്ലസ് വീണ്ടും A ആണ് വരുന്നത് അല്ലേ? വീണ്ടും ഇവിടെ A വരുന്നത് 10th പൊസിഷൻ ആണ്, പ്ലസ് പിന്നെ B എന്നുള്ളത് വൺസ് പൊസിഷൻ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 10,000 Aയും 10 Aയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 10,010 A എന്ന് വരും, പ്ലസ് 1000B യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1001B എന്ന് വരും, പ്ലസ് 100C. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു വാല്യൂ, ആ നമ്പറിൻ്റെ ആ ഒരു വാല്യൂവിനെ നമ്മൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയേ ഉള്ളൂ. റെഡി? ഇനി നിങ്ങൾക്കറിയാം ഇത് ഓരോന്നും ഇൻഡിജേഴ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇയാൾ രണ്ട് കണ്ടീഷനാണ്. ഒന്ന് AB എന്ന് പറയുന്ന നമ്പർ യൂസ് ചെയ്തിട്ട് ഇയാളെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സെക്കൻഡ് കണ്ടീഷൻ എന്നുള്ളത് 13 യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. സോ 13 യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ടേമിനെയും ഇതിലുള്ള ഓരോ ടേമിനെയും നിങ്ങൾക്ക് 13 യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റയർ നമ്പറിന് 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇതിൽ ഈ ഒരു ടേമിനെ നിങ്ങൾക്ക് 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ ഈ നമ്പറിനെ 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ A എന്ന് പറയുന്ന ഇൻഡിജറിനെ പറ്റണം. A എന്ന് പറയുന്ന ഇൻഡിജർ എത്രയും നമുക്ക് അറിയില്ലല്ലോ. ഓക്കെ, അത് എന്തായാലും സിംഗിൾ ഡിജിറ്റ് ആണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇയാൾ നോക്കിയാൽ മതി. 10,010നെ 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും 10,010നെ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് 13 യൂസ് ചെയ്ത് ഡിവൈഡ് നോക്കാം. 100ൽ 7 ടൈംസ് ആണ് 91 എന്ന് വരും, ബാക്കി ഞാൻ ഉണ്ടാവും 1. 91ൽ അഗെയിൻ 7 വരും, അഗെയിൻ 91, 0, പിന്നെ ഒരു 0യും കൂടി ഉണ്ട്. സോ 770 എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു നമ്പറിനെ 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഈ എൻ്റയർ ടേമിന് എന്ത് ചെയ്യാൻ പറ്റും? 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 1001ന് ഇതേപോലെ 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പെട്ടെന്ന് ക്വിക്കായിട്ട്. 100ൽ 7 ടൈംസ് 91, 91, 77, ബാക്കി 91 വരുമ്പോൾ 0 റിമൈൻഡർ ആയിട്ട് വരും. സോ അഗൈൻ അയാൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇയാളെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി 13 യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 100C എന്ന് പറയുന്നതിൽ C ഒരു ഇൻഡിജർ ആണ്, 100 എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു നമ്പർ ആണ്. 100 നിങ്ങൾക്ക് 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ്ലി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. 100 ഡിവൈഡ് ബൈ 13, 100ൽ 7 ടൈംസ് 7 × 13, 91, റിമൈൻഡർ എന്ത് വരും? 9 എന്ന് വരും. സോ 100ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇയാൾ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. C എന്നുള്ളൊരു ഇൻഡിജർ ആണ്, അയാളും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സിംഗിൾ ഡിജിറ്റ് ഇൻഡിജർ ആണ്. സോ അതുകൊണ്ട് തന്നെ 100C എന്ന് പറയുന്ന ടേമിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഈ ഒരു എൻ്റയർ നമ്പറിനെ 13 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ടേം ഡിവൈഡ് ചെയ്യാൻ പറ്റും,
ഈ ഒരു ടേമിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ 100C എന്ന് പറയുന്ന ടേമിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്പറിനെ, ഈ എൻ്റയർ നമ്പറിനെ 13 എന്ന് പറയുന്ന നമ്പർ യൂസ് ചെയ്തിട്ട് ഡിവിസിബിൾ ആവാത്ത രീതിയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ആ കണ്ടീഷൻ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടേംസിനെയും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, കാരണം അവർ രണ്ട് പേരെയും ഡിവൈഡ് ചെയ്ത് പോകും. 13 യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ 100C ആണ് ആ ഡിവിസിബിൾ ആവാതിരിക്കാനുള്ള കണ്ടീഷൻ കീപ്പ് ചെയ്യേണ്ട ആള്. മനസ്സിലായോ? 100C എന്ന് പറയുന്ന ടേം ആയിരിക്കണം അത് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ കീപ്പ് ചെയ്ത് നിൽക്കേണ്ട ആൾ. കാരണം എന്തായാലും ഇവിടെ എയും ബിയും എന്തോ ആയിക്കോട്ടെ, അയാൾ കൂടെയുള്ള ഈ രണ്ട് നമ്പേഴ്സ് ഓൾറെഡി 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇനി ഒന്നും ചെയ്യാനില്ല, എയും ബിയും ഒന്നും ചെയ്യാനില്ല നമുക്ക്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാം, ഈ സി എന്ന് പറയുന്ന ആളെ നമുക്ക് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യാം, 100 × C എന്ന് പറയുന്ന ടേം 13 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യാം. കാരണം 100 എന്തല്ല, 13 കൊണ്ട് ഡിവിസിബിൾ അല്ല. റെഡി? അപ്പോൾ ഇത് പോസിബിലിറ്റീസ് ആരൊക്കെയാ? നിങ്ങളിപ്പോൾ ജസ്റ്റ് ജനറൽ പോസിബിലിറ്റീസ്, ഓക്കെ, 13 കൺസിഡർ ചെയ്യേണ്ട. അല്ലാത്ത പോസിബിലിറ്റീസ്, സിക്ക് നിങ്ങൾ ഓരോ വാല്യൂ 0, 1, 2, 3, 4 അങ്ങനെ ഞാൻ വരെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരാൻ ചാൻസ്? 100 അല്ലേ? അല്ലേ? നിങ്ങളിപ്പോൾ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 100 കിട്ടും, 200 കിട്ടും, അങ്ങനെയുള്ള പല പല വാല്യൂസ് കിട്ടും. സിക്ക് 1, 2, 3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 0, 1, 2, 3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. പക്ഷേ മാക്സിമം വരുന്ന വാല്യൂ ആരാ? 100 അല്ലേ? നമുക്ക് മാക്സിമം വാല്യൂ എടുത്ത് നോക്കുക. 100 നിങ്ങൾക്ക് 13 ഉപയോഗിച്ചിട്ട് പെർഫെക്റ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് റിമൈൻഡേഴ്സ് വരും, അല്ലേ? റിമൈൻഡേഴ്സ് വരും. അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 100 മാക്സിമം സിക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 9 ആണ് എന്നുള്ള മാക്സിമം 9 എടുക്കാൻ കാരണം എന്താ? നേരത്തെ പറഞ്ഞിട്ട് ലാർജസ്റ്റ് പോസിബിൾ സം ആണ്. ഇതിലുള്ള ഓരോ ഇൻഡിജറും മാക്സിമം വാല്യൂ ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവിടെ നമുക്ക് മാക്സിമം ലാർജസ്റ്റ് പോസിബിൾ സം കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്ന സിക്ക് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂ തന്നെ അവിടെ എടുക്കാൻ കാരണം. ഞാൻ കൊടുക്കുന്ന സമയത്ത് 100 × 9 ആണ് വരിക. 100 കുഴപ്പമില്ല. 100 നിങ്ങൾ 13 ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഉണ്ട്, എന്ത് ചെയ്യുക, ഡിവൈഡ് നോക്കിയാൽ മതി, 13 ഉപയോഗിച്ച് ഡിവൈഡ് നോക്കിയാൽ മതി, റിമൈൻഡേഴ്സ് ഇല്ലാത്ത രീതിയിൽ കിട്ടും. റെഡി? ഇനി ഞാൻ ഇയാൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. ഇതേ ആളെ തന്നെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1001 × AB + 100C. അങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പർ ആക്കി മാറ്റി, ഞാൻ ഒരു 2 ഡിജിറ്റ് നമ്പർ ആക്കി മാറ്റി. എന്താ അങ്ങനെ കൊടുക്കാനുള്ള കാരണം? നിങ്ങൾ 1001 × AB, ഇപ്പോൾ 1001 × എനി 2 ഡിജിറ്റ് നമ്പർ ചെയ്ത് നോക്ക്. 1001 × 23, ഓക്കെ, എന്താ വരിക? 3 × 1 3, 0 0 3, 2 × 1 2, 2 × 0 0, 2 × 0 0, 2 × 1 2, സോ 3 2 0 3 2. കണ്ടോ? നമ്മുടെ AB എന്നുള്ള ഫോർമാറ്റിൽ വരും. പിന്നെ സെൻട്രൽ വരുന്ന ആളാണ്, സെൻട്രൽ വരുന്ന ആളാരാ? സി ആണ്. സി എന്ന് പറഞ്ഞാൽ 100 പൊസിഷനില്ല. അതുകൊണ്ടാണ് ഇയാളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്തത്, 100C എന്നുള്ള ആളെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ആ ഡിജിറ്റ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ 1001 × AB + 100C എന്ന് വരുമ്പോൾ ചെയ്യുന്ന സമയത്ത് 1001 × AB ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഫോർമാറ്റിൽ നോക്കുകയാണെങ്കിൽ AB എന്ന് വരും, പ്ലസ് 100C എന്നുള്ളതാണ്. അപ്പോൾ 100C അവിടെ വരും, ഈ 0ൻ്റെ പൊസിഷനിൽ വരുന്ന സമയത്ത് ABC AB എന്നുള്ള രീതിയിലായിട്ട് മാറും. റെഡി അല്ലേ? അപ്പോൾ ഇയാൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ, കുഴപ്പമില്ല. ക്ലിയർ? ഇനി നമ്മൾ ഫസ്റ്റ് 13 യൂസ് ഡിവിസിബിൾ ആവാത്ത രീതിയിലാണെങ്കിൽ ഞാൻ സിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ഞാനാണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കീപ്പ് ചെയ്യാണ്, AB അതിൽ ഞാൻ അവിടെ കീപ്പ് ചെയ്തു. റെഡി? ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ബാക്കിയുള്ള ഈ നമ്പറിനെ AB വെച്ച് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. AB വെച്ച് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു, അതവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നോക്കുന്നത്. ഇവിടെയുള്ള ഫസ്റ്റ് ടേമിൽ നിങ്ങൾക്ക് AB വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. കാരണം എന്താ, അതിൻ്റെ അകത്ത് AB ഉണ്ട്. സോ ഇയാളെ AB വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും, കാരണം അതിനകത്ത് AB ഉണ്ട്. ഇയാളെയും എന്ത് ചെയ്യാൻ പറ്റണം, കംപ്ലീറ്റ്ലി AB യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഈ 100C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇപ്പോൾ ആ 100C നമ്മുടെ 900 ആണ്, അല്ലേ? 900. സോ 900 എന്ന് പറയുന്ന വാല്യൂവിനെ AB യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. സോ AB എന്ന് പറയുന്നത് ആരാവാം? എനി 2 ഇൻഡിജേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള എനി കോമ്പിനേഷൻസ് ആവാം. 90 91 92 അല്ലേ, 71 72 73 80 81 82 ഇങ്ങനെയുള്ള പല കോമ്പിനേഷൻസ് എന്ത് ചെയ്യാണ്, പോസിബിളാണ്. ബട്ട് നമ്മൾ എടുക്കേണ്ടത് ആരാണ്? ഹയസ്റ്റ് പോസിബിൾ. രണ്ട് കാര്യമാണ് വേണ്ടത്. ഈ ഇൻഡിജേഴ്സ് ഒക്കെ മാക്സിമം വാല്യൂ ആയിരിക്കണം, അപ്പോഴേ ടോട്ടൽ സമ്മ് മാക്സിമം ആവുള്ളൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ എയും ബിയും കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന നമ്പറിനെ എന്തായാലും ഏത് നമ്പർ ആയാലും ഇയാളെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, കാരണം ഇതിനകത്ത് AB ഉണ്ട്. ഇയാളെയും ഈ 900നെയും എന്ത് ചെയ്യാൻ പറ്റണം, ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ 900നെ നിങ്ങൾ പല രീതിയിൽ നോക്കാം, ജസ്റ്റ് ലോജിക്ക് വെച്ച് നോക്കിയാലും മതി. അല്ലെങ്കിൽ 900നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, 450, അഗെയിൻ 2 വെച്ച് ചെയ്യാം, 225, 5 വെച്ചിട്ട് ചെയ്യാം, 45, 5 വെച്ചിട്ട് ചെയ്യാം, 9,
3 വെച്ച് ചെയ്യാം 3. സോ 900 എന്ന് പറയുന്ന ആളിൽ എന്തുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. 2 2 5 5 3 3 ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സിൻ്റെ ഏത് കോമ്പിനേഷൻസ് ആയാലും ഇപ്പോൾ ഒരു 2 ഒരു 3 എടുത്തു കഴിഞ്ഞാൽ, ഒരു 5 ഒരു 5 എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ പല കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, 900നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പല നമ്പേഴ്സ് കിട്ടും. പക്ഷേ അതിൽ മാക്സിമം നമ്പർ ഇപ്പോൾ 900 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് വരും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 900നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, 25ൻ്റെ കോമ്പിനേഷൻസ് ആയി വരുന്ന ആൾക്കാരായിരിക്കും. 25ൻ്റെ കോമ്പിനേഷൻസ്. കാരണം എന്താ, നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ 2 5 മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആണ്. 10 വെച്ച് ഇയാളെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാം അല്ലേ. 2 ഇൻറ്റു 2 ഇൻറ്റു 5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ നമ്പർ കിട്ടും അല്ലേ. ഇതിൻ്റെ അകത്ത് കിട്ടാൻ പോകുന്ന ഒരു വലിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ആയിരിക്കും. അതായത് 25ൻ്റെ ഒരു മൾട്ടിപ്ലൈ വരുന്ന 75 ആയിരിക്കും. ഇതിനകത്ത് നിന്ന് എങ്ങനെ 75 നിങ്ങൾക്ക് കിട്ടുക, നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 25 ആണ് അല്ലേ. 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇതിലുള്ള ഈ ഓരോ ആളുകളുടെയും കോമ്പിനേഷൻസ് നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കിട്ടാൻ പോകുന്ന ഹയസ്റ്റ് ആയിട്ട് വരുന്ന 2 ഡിജിറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 75 ആയിട്ട് വരും. 75 ആയിട്ട്. അപ്പോൾ ഈ 75നെ നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ നോക്കിയേ നിങ്ങൾ, 75975. ഈ നമ്പർ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ എൻറ്റയർ നമ്പറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 75 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ. കാരണം എന്താ, 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ. ഇതിൻ്റെ അകത്തുള്ള ആളുടെ കോമ്പിനേഷൻ. അപ്പോൾ അയാൾ 900നെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 75നെ 900നെ 75 ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 900 ഡിവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ ഈ എൻറ്റയർ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 75നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ, ഞാൻ 75 എടുത്ത് എനിക്ക് വേണമെങ്കിൽ 90 എടുത്തൂടെ അല്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് വേണമെങ്കിൽ 90 എടുത്തൂടെ. കാരണം എന്താ, 90 എടുത്തു കഴിഞ്ഞാൽ അത് ഇയാളെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളല്ലേ. അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 3 എടുത്തു, 90 അല്ലേ. 90 ആണെങ്കിൽ അത് 900നെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 ഡിജിറ്റിൽ ഗ്രേറ്റസ്റ്റ് ആയി വരുന്ന ആളല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു 2 ഡിജിറ്റിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അപ്പോൾ 90 എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലേ, 75നേക്കാൾ ഗ്രേറ്റസ്റ്റ് ആണല്ലോ. പിന്നെ എന്താ 90 എടുക്കാഞ്ഞ്, നിങ്ങൾ 90 എടുത്ത് നോക്ക്. 90 എടുക്കുമ്പോൾ പ്രശ്നം എന്താ, നിങ്ങൾ നോക്കിയേ, 7ഉം 5ഉം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടുക, 9ഉം 0 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുള്ളൂ. ഇതിലുള്ള എല്ലാ ഇൻഡിജേഴ്സിൻ്റെയും സമ്മ് നിങ്ങൾ നോക്കിയേ, എല്ലാ ഇൻഡിജേഴ്സിൻ്റെയും സമ്മ് 7 + 5 12, ഇതും 12 + 12 24 അല്ലേ. 24 ഞാൻ എന്ത് വരും, 33. സോ ഇയാളുടെ ഡിജിറ്റ്സിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 33 ആ. അതേസമയം ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് 9 + 9 + 9 27 വരുള്ളൂ. ഗ്രേറ്റസ്റ്റ് ലാർജസ്റ്റ് സമ്മ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്ത്, ഇവിടെ ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് ഫാക്ടർ എന്ന് പറയാൻ കാരണം 900ൻ്റെ ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് ഫാക്ടർ എന്നുള്ള മീനിങ്ങിൽ മാത്രമല്ല, നമുക്ക് വേണ്ട കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ആളും കൂടി ആയിരിക്കണം. അതായത് ഈ ഡിജിറ്റ്സിൻ്റെ സമ്മും കൂടി എന്തായിരിക്കണം, മാക്സിമം ആയിരിക്കണം. അതുകൊണ്ട് 25ൻ്റെ മൾട്ടിപ്പിൾസ് ഞാൻ പറയാൻ കാരണം എന്തായാലും ഇത് 100s ആവുന്നതുകൊണ്ട് 25ൻ്റെ മൾട്ടിപ്പിൾസ് എന്താണ്, ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം 100 ഉണ്ടെങ്കിൽ അയാൾ 25 വെച്ച് ഡിവൈഡ് ചെയ്തൂടെ, ചെയ്യാൻ പറ്റും. ആ ഒരു ലോജിക്ക് നിന്നാണ് എന്ത് ചെയ്തത് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇതിനകത്ത് 5 ഇൻറ്റു 5 ഉണ്ട്, 25 ഉണ്ട്. അപ്പോൾ 25ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈസിയായിട്ട് കണ്ടുപിടിക്കാം. മാത്രമല്ല ഈ ഡിജിറ്റ്സ് മാക്സിമം ആവണം. മാക്സിമം എന്ന് പറഞ്ഞാൽ അവരുടെ സമ്മ് മാക്സിമം ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഞാൻ 90 എടുക്കുകയാണെങ്കിൽ ശരിയാണ്, 9 മാക്സിമം നമ്പറാണ്, 90 ഉപയോഗിച്ച് 900 ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോബ്ലം എന്താണ്, ഇവിടെ നിങ്ങൾ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം കിട്ടില്ല. അപ്പോൾ അങ്ങനെ മാക്സിമം കിട്ടുന്ന പോസിബിലിറ്റി 75975 ആണ്. ദാറ്റ് മീൻസ് 33 ആണ് അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക, 33 ആണ് വരിക. 33 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.